ഹലോ, ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉള്ളിത്തീയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. തീയലുണ്ടാക്കാനായിട്ട് ആദ്യം ഇപ്പം ഞാനൊരു നെല്ലിക്ക വട്ടത്തിലുള്ള പുളി ഇവിടെ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇതിനായിട്ട് ഞാനിപ്പോൾ അരമുറി തേങ്ങ ഇവിടെ ചിരവി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം. തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ തീ നല്ല പോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരാനായി തുടങ്ങുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഇത് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കൈ വിടാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് നല്ലൊരു ഗോൾഡൻ കളറായി നന്നായിട്ട് വറുത്ത് കിട്ടുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, തേങ്ങ നന്നായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ചൂടോട് കൂടെ തന്നെ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്തിട്ട് അതും കൂടെ ഒന്ന് ഈ ചൂടിൽ മൂപ്പിച്ചെടുക്കണം. ഇതിനായിട്ടിപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഈ മസാലപ്പൊടികൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇതും കൂടെ ഒന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. ഈ തേങ്ങ വറുത്തെടുത്ത ചൂട് തന്നെ മതി. ഇനി ഫ്ലെയിം ഓൺ ചെയ്യൊന്നും വേണ്ട. ഫ്ലെയിം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മസാലപ്പൊടികൾ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഏകദേശം 1 മിനിറ്റോളം മാത്രം ഈ മസാലപ്പൊടികളൊന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്കിതിനെ ചൂട് പോവാനായിട്ട് വേറൊരു ഡിഷിലേക്ക് മാറ്റണം. ഇതിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. അപ്പോൾ ഈ പാനിൻ്റെ ചൂടുകൊണ്ട് ഈ തേങ്ങ കരിഞ്ഞു പോവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പം ഞാനിത് കണ്ടോ, ചൂട് പോവാനായിട്ട് ഇതിനെ വേറൊരു ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ചൂട് പോയിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഇതിനെ അരച്ചെടുത്തിട്ടുള്ളത്. കണ്ടോ, ഇത് നല്ല പോലെ പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ അങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് തീയലുണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഇപ്പം ഞാനൊരു മൺചട്ടി എടുത്ത് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഇപ്പം ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും 2 ഉണക്കമുളക് നെടുകെ പൊട്ടിച്ചിട്ട് അതും കൂടെ ചേർക്കുകയാണ്. ഇനി കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർക്കണം. ഞാനിപ്പോൾ ഏകദേശം 1.5 കപ്പോളം ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് തൊലി കളഞ്ഞിട്ട് അതിൻ്റെ നടു ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഉള്ളി നന്നായിട്ട് വാടി വരുന്നത് വരെ ഇതിനെ വഴറ്റിയെടുക്കണം കേട്ടോ. ഉള്ളി നല്ല പോലെ സോഫ്റ്റായിട്ട് വരണം. ഇപ്പോൾ കണ്ടോ, ചെറിയുള്ളി നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ, അത് കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ അരച്ചു വെച്ച തേങ്ങയുടെ അരപ്പും ചേർക്കുകയാണ്. നമ്മൾ തേങ്ങ അരക്കണ സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്ക് മിക്സിയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാനിപ്പോൾ കറിയിലേക്ക് ആവശ്യമായിട്ട് 2 ടേബിൾ സ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ടിത് നല്ല പോലെ തിളപ്പിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് തീ കുറച്ച് വെക്കുക കേട്ടോ. ഇതിൻ്റെ മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെച്ചിട്ട് അടച്ചു വെക്കുക. എന്നിട്ട് കറിയുടെ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വരുന്നത് വരെ ഇതുപോലെ തന്നെ അങ്ങ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ ഞാൻ 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്തതാണ്. അപ്പോഴത്തേക്കിന് നമ്മുടെ കറിയുടെ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് കറി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിത്തീയൽ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിന് ചൂട് ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായിട്ട് കാണാം.